ഹാഷ്മി, അവിടുത്തെ പുതിയ കാഴ്ചകൾ എന്താണ്? ഇതാ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹാഷ്മിയുടെ അടുത്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും പ്രേക്ഷകർ കാണുന്നുണ്ട് പല നിറത്തിലുള്ള പുലികൾ. ഇനിയിപ്പോൾ വെറൈറ്റി പുലികൾ എപ്പോഴാണ് ഇറങ്ങുമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത്. ഏത് മൂഡ് ഹാഷ്മിയോടെ? ഏത് മൂടെന്ന് ചോദിച്ചാൽ ഓണം മൂഡ് പതിയൊന്ന് മാറി ഇപ്പോൾ അത് പുലിമൂടായി, കൃത്യമായത് പുലിമൂടായി എന്ന് ഉറപ്പായി ഇവിടെ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇവിടെ വരുന്നതും പോകുന്നവരും നിൽക്കുന്നവരും ഇരിക്കുന്നവരൊക്കെ പുലികളാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു പുലിയാണുള്ളത്. എല്ലാവരുടെയും ഉള്ളിൽ അവർ ഒരുപക്ഷെ പ്രത്യക്ഷമായി ഇങ്ങനെ പുലിച്ചൂട് വെക്കുന്നില്ലെങ്കിൽ എല്ലാവരും ഉള്ളിൽ ഒരു പുലിച്ചൂട് വെക്കുന്ന പുലികൾ അല്ലേടാ? എല്ലാവരും പുലികളാണ്. തൃശ്ശൂർ മൊത്തം പുലികളിയുടെ പുലിമൂടാണ്. പുലിമൂട് ചക്കാമൊക്കെ എന്തൊക്കെയാണ് സർപ്രൈസുകൾ കാണാതിരിക്കുന്നുള്ളൂ. സംഭവങ്ങളുണ്ട്. ലൈറ്റ് വരുമ്പോ അറിയാം. ലൈറ്റ് വരുമ്പോ സർപ്രൈസ് പൊട്ടിക്കുന്നില്ല. ക്ലബ്ബായിട്ട് സഹകരിക്കുന്ന എല്ലാ ടീമിലും ഞെട്ടുന്ന തീർച്ചയായും ഇവിടെ ആര് ഇവിടെ നമ്പറല്ലേ പുഷ്പൻ. പുഷ്പൻ ഞാൻ എന്താ പറയുക, ഈ ചേട്ടൻ ഫോട്ടോ എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി പുഷ്പൻ മണക്കൊടി അയച്ചേക്കാം. അപ്പോൾ ചക്കാമുക്ക് ദേശം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും പറയും പറഞ്ഞു അവർക്കുള്ള സർപ്രൈസ്, പക്ഷേ ആരും ഒന്നും പറയില്ല. അയ്യന്തോൾ ദേശത്തിന് അവർ നേരത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് കുടയുടെ കാര്യം പറഞ്ഞു, പക്ഷെ അവർ ഇന്നലെ പറഞ്ഞു യഥാർത്ഥത്തിൽ അതവർ പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു സർപ്രൈസ് അതായിരുന്നില്ല. അവരൊരു അവരൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാണ്. യഥാർത്ഥ സർപ്രൈസ് വരാൻ പോകുന്നേ ഉള്ളൂ. അതും ഈ പറഞ്ഞതിൽ ഞെട്ടുന്ന സർപ്രൈസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതാ ഇവിടെ ചക്കാമുക്ക് ദേശത്തിൻ്റെ ആ പുലികൾ ഇങ്ങനെ അവിടുന്ന് ചൂട് വെച്ച് ഇങ്ങോട്ടൊക്കെ വരികയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ കുട്ടിപ്പുലികളെ കണ്ടത് ശങ്കരൻകുളങ്ങര ദേശം ആദ്യം പോയ സംഘത്തിലാണ് ഏറ്റവും കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഒരു 5-6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു പുലി അടക്കം നമ്മളവിടെ കണ്ടതാണ്. ഇവിടെ ചക്കാമുക്ക് ദേശം വലിയ വയറുള്ള വെള്ളപ്പുലികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വെള്ളപ്പുലി ഒരു പ്രത്യേക നീല, ഒരു എന്താണ് പറയുക, ആ നീലയ്ക്ക് എങ്ങനെയാണ് പറയുക, സാധാരണ നീലയല്ല, ഒരു സാറ്റിൻ നീല ഒക്കെയുള്ള ഒരു നീലപ്പുലി വരുന്നുണ്ട്, മഞ്ഞപ്പുലി വരുന്നുണ്ട്, സാഫ്രൺ പുലിയുണ്ട്, പച്ചപ്പുലി തൊട്ട് പിന്നിലുണ്ട്. പച്ചപ്പുലി എപ്പോഴും ഈ പച്ചപ്പുലി ഒരുപാട് ഡിമാൻഡുള്ള പുലിയാണ്. പച്ചപ്പുലികൾ എല്ലാ ടീമിലും ഉണ്ടാവാറുണ്ട്. അവിടെ ഏറ്റവും എൻ്റെ ബാക്കിൽ ഒരു പച്ചപ്പുലി കാണുന്നുണ്ട്. ഒരു കരിമ്പുലി വരുന്നുണ്ട്. അങ്ങനെ കരിമ്പുലികളുണ്ട്. ഇവിടെ പുള്ളിപ്പുലികളുണ്ട്. കടുവ എന്ന് പറഞ്ഞാൽ വരയമ്പുലികൾ, കടുവ എന്നൊക്കെ പറയുന്ന വരയമ്പുലികളുണ്ട്. അങ്ങനെ ചക്കാമുക്ക് ദേശത്തിന്റെ പുലികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഈ പറഞ്ഞ കൃത്യമായ അച്ചടക്കത്തോടു കൂടി ആ താളത്തിനനുസരിച്ച് അല്ലേടാ ആടിക്കൊണ്ടാണ് നമ്മുടെ ചക്കാമുക്ക് ടീം അടിപൊളി ചക്കാമുക്ക് പൊളിച്ചു കയറി. ചക്കാമുക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ജന്മനാടല്ല, ഞാൻ ജനിച്ച വീടാണ്. നമ്മുടെ സ്വന്തം മണ്ണാണ്. ഈ പുലിക്കളി വേറെ ലെവലിലേക്ക് വരും. ഓൾ ലെവലിലേക്ക് ഈ സാധനം എന്താ പറയാ, ഗിന്നസ് ബുക്കിലേക്ക് എത്താനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുലികൾ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ചെറുതായിട്ട് നമ്മൾ ഈ സൈഡിലോട് ഇങ്ങനെ മാറ്റി പറഞ്ഞു. അങ്ങനെ സൈഡിലോട് നമ്മളൊന്ന് മാറുകയാണ്. അവിടെ എന്തായാലും ആ സൈഡിലോട് ഏറ്റവും ദേശത്തിന്റെ മുന്നിൽ വരുന്ന പുലി ഒരു കരിമ്പുലിയാണ്. അവന്റെ പുലി ആ വയറൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു പുലിയാണ് പ്രജിൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഏറ്റവും അധികം വലിയ വയറുള്ള പുലി ഇനിയും വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ തൃശ്ശൂർ ദേശത്തെ എന്ന് പറഞ്ഞാൽ ഏത് ദേശത്തെയും വെല്ലുന്ന വലിയ വയറുള്ള വൻപുലികൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നതാണ് പറയുന്നത്. ഏറ്റവും മുന്നിൽ ചക്കാമുക്ക് പുലി സംഘത്തെ ലീഡ് ചെയ്തുകൊണ്ട് ഒരു കറുത്ത പുലി, ഒരു കരിമ്പുലിയാണ്. അതിന് തൊട്ട് പിന്നെ ഒരു പിങ്ക് പുലി, ഒരു പർപ്പിൾ പുലി. പിങ്കാണോ പർപ്പിളാണോ ചേട്ടാ? പിങ്കാണോ പർപ്പിളാണോ? പിങ്കാണോ പർപ്പിളാണോ? ഒരു പിങ്ക് പുലി അവിടെ ഉണ്ട്. പിങ്ക് പുലി, വെള്ളപ്പുലി, നീലപ്പുലി, അങ്ങനെ ആലവട്ടവും വെഞ്ചാമലും ഒക്കെ പുലികൾ ഇങ്ങനെ, വയലറ്റ് പുലിയുണ്ട്, ഒരു വയലറ്റ് പുലി, പച്ചപ്പുലി, അങ്ങനെ പുലികൾ ഇങ്ങനെ വരികയാണ്. ഈ കളർ പുലികൾക്കപ്പുറം ഈ പറഞ്ഞ കളർ പുലികൾക്കപ്പുറമാണ് മറ്റു ചില ഒലക്കേലെ പുലി. നേരത്തെ അയ്യന്തോൾ ദേശത്തിന്റെ ഒലക്കേലെ പുലി ഇപ്പോഴും എന്തോന്ന് അറിഞ്ഞുകൂടാ. ഒരു പുലി അവർക്കുണ്ട്, പക്ഷെ അല്ലേടാ ഈ ഒലക്കേലെ പുലി ഉണ്ട്, പക്ഷെ അറിഞ്ഞുകൊണ്ട് എന്തോ സംഭവം അതൊക്കെ ആരോട് ചോദിക്കേണ്ടി വരും. ഒരു പിടുത്തമില്ല. അപ്പോൾ അങ്ങനെ ഒലക്കേലെ പുലി വരാൻ പോകുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല ചക്കാമുക്കിന്റെയും വേറെ അങ്ങനെ ഞെട്ടുന്ന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നേരെ മിരുട്ടുമ്പോഴേക്കും ഞെട്ടുന്ന പല, അത് മിക്കവാറും ഈ പറഞ്ഞ LED പുലികൾ അല്ലെങ്കിൽ ഈ വെളിച്ച വിന്യാസം ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രൗസറിലൊക്കെ ഈ പറഞ്ഞ ഫ്ലൂറസെന്റ് പച്ച ഒക്കെയുള്ള വെളിച്ച വിന്യാസം ഉപയോഗിച്ചുകൊണ്ടുള്ള പുലികളാവണം ഒരുപക്ഷെ. ആ പറഞ്ഞ LED രാത്രിയാകുമ്പോഴേക്കും ഗംഭീരമാകുന്ന പുലികൾ എന്ന് പറയുന്ന പുലി. എന്തായാലും പകൽ വെളിച്ചത്തിൽ ഈ പുലികളൊക്കെ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പുലികളായി അങ്ങനെ താളത്തിലടിച്ചുകൊണ്ട് അങ്ങനെ കൃത്യമായ. അപ്പോൾ അതാണ് ഹാഷ്മി നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അങ്ങനെ ഓരോ ദേശക്കാരും അവരുടെ വെറൈറ്റി പുലികളെ പുറത്തെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയുമുണ്ട് അണിയറയിൽ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.